ജോയിൻ ചെയ്തവര് നിങ്ങളുടെ പേരുകൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ, മറക്കരുത് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസനെ കുറിച്ചാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇപ്പൊ എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് ഒരു എല്ലാവർക്കും ധാരണയുണ്ടാവും. എന്നാലും നമുക്കൊന്ന് എങ്ങനെ എവിടെ അപ്ലൈ ചെയ്യണമെന്ന് ഒന്ന് വായിച്ച് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ഒരു വ്യക്തിനെയോ ഒരു വസ്തുവിനെയോ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. ഇത് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ് നോക്കൂ. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെ 3 തരത്തിലാണുള്ളത്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇങ്ങനെ 3 തരം കമ്പാരിസൺസ് ആണ് ഉള്ളത്. അഡ്ജക്റ്റീവും ആഡ്വർബും ഇവ രണ്ടുമാണ് ഈ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിലും പല പല രൂപങ്ങളായിട്ട് നമ്മൾ മാറ്റി എഴുതുന്നത്. ഈ 3 ഡിഗ്രിയിലും വിവിധ രൂപങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് ഏതൊക്കെയാണ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു നെയിമിനെ വിശേഷിപ്പിക്കുക, നാമവിശേഷണം എന്ന് മലയാളത്തിൽ പറയും. ആഡ്വർബ് അതൊരു വെർബിനെ കൊടുക്കുന്ന വിശേഷണമാണ്. ഇപ്പൊ ക്ലെവർ എന്നുള്ളതിന് നമ്മളതിന് വിശേഷിപ്പിക്കാൻ വേണ്ടി, ഒരാളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചില ടേംസ് ആണ് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലും കമ്പാരിറ്റീവ് ഡിഗ്രിയിലും പോസിറ്റീവ് ഡിഗ്രിയിലും എന്ന് പറഞ്ഞാൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതില് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസിറ്റീവ് ഡിഗ്രീനെ കുറിച്ചാണ്. ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു വസ്തു മാത്രമേ ഉള്ളൂ, നമ്മൾ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ വളരെ ജനറൽ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനായിട്ട് ഒരു വ്യക്തിനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിച്ച് മാത്രം, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കൂ. മനോജ് ഇസ് എ ക്ലെവർ സ്റ്റുഡൻറ്. മനോജ് ഇസ് എ ക്ലെവർ സ്റ്റുഡൻറ്. ഇവിടെ ക്ലെവർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഏത് ഡിഗ്രിയാണ്? പോസിറ്റീവ് ഡിഗ്രിയാണ്. ക്ലെവർ എന്നുള്ള വാക്ക് പോസിറ്റീവ് ഡിഗ്രിയാണ്. മനോജ് ഒരു സ്റ്റുഡന്റ് ആണ്, പക്ഷെ ആ സ്റ്റുഡന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ക്ലെവർ ആണ്. അടുത്ത് നോക്കൂ. മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. മീര ഇസ് എ ഗേൾ എന്നല്ല പറഞ്ഞത്, പകരം എന്താ പറഞ്ഞത്? മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. അവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത് എന്താണ്? ഒരു പോസിറ്റീവ് ഡിഗ്രിയാണ്. സീത ഇസ് എ ഗുഡ് സിംഗർ. സീത ഇസ് എ ഗുഡ് സിംഗർ. സീത ഇസ് എ സിംഗർ എന്നല്ല പറഞ്ഞത്, മറിച്ച് സീത ഇസ് എ ഗുഡ് സിംഗർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 3 വാക്യങ്ങളിലും ആദ്യത്തെ വാക്യം നോക്കുകയാണെങ്കിൽ അവിടെ മനോജിനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ വർണ്ണിച്ചേക്കുന്നത്. അടുത്തത് മീരേനെയാണ് അതിൽ വിശേഷിപ്പിച്ചേക്കുന്നത്. അടുത്തതിൽ സീതേനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ പേഴ്സണെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റിനെ മാത്രം നമ്മൾ പറയുന്നതിനാണ് എന്തുപയോഗിക്കുക? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. അടുത്ത നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി നോക്കാം. ഓക്കെ, കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളെയോ 2 വസ്തുക്കളെയോ താരതമ്യം ചെയ്യാനാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഒരു തൊട്ടുമുമ്പ് നമ്മൾ കണ്ട മനോജ് ഇസ് എ ക്ലെവർ സ്റ്റുഡന്റ് കണ്ടു അല്ലെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കി. മനോജ് ഈസ് ക്ലെവറർ ദാൻ സൂരജ്. മനോജ് സൂരജിനേക്കാളും ക്ലെവർ ആണ്. അപ്പൊ അവിടെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ക്ലെവർ എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള ക്ലെവറർ ഉപയോഗിച്ചു. ഓക്കെ, മനോജ് ഈസ് ക്ലെവറർ ദാൻ സൂരജ്. ഇതിലെ ഈ ക്ലെവറർ എന്നുള്ളതാണ് എന്തുപയോഗിച്ചത്? നമ്മളിപ്പോ പറഞ്ഞ ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മീര ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ രേഖ. മീര ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ രേഖ. ബ്യൂട്ടിഫുൾ എന്ന് മാത്രമായിരുന്നു നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ കണ്ട. രണ്ടാമത്തെ സെന്റൻസിൽ എങ്ങനെ കൊടുത്തേക്കണേ? മോർ ബ്യൂട്ടിഫുൾ. അടുത്ത നോക്കൂ. സീത ഈസ് ബെറ്റർ ദാൻ രാധ. ബെറ്റർ സിംഗർ കൂടിയാണെങ്കിൽ നമുക്ക് ആ മീനിങ് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇവിടെ ബെറ്റർ
ബെറ്റർ. അത് ഗുഡിന്റെ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോ ഈ പറഞ്ഞ കേസുകളിലൊക്കെ നമ്മൾ മനോജിനെ സൂരജുമായിട്ട് കമ്പയർ ചെയ്യാണ്, അല്ലെങ്കിൽ മീരയും രേഖയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മീരയാണ് ബ്യൂട്ടിഫുൾ, സീതയും രാധയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ സിംഗർ സീതയാണ്. അങ്ങനെ രണ്ട് വ്യക്തികൾ തമ്മിൽ, രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതേ നോക്കും, ഇവിടെ നമ്മൾ ദാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ദാൻ എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ പ്രിഫർ, ജൂനിയർ, സീനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, പോസ്റ്റീരിയർ ഇങ്ങനെയുള്ള വാക്കുകളാണ് നമ്മുടെ സെന്റൻസസിൽ വന്നിരിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകളുടെ ഒപ്പം നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. അവിടെ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദാൻ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾസ് ഒന്ന് രണ്ടെണ്ണം നോക്കാം, അപ്പൊ ക്ലിയർ ആവും. ഐ പ്രിഫർ ടീ ടു കോഫി. അപ്പോൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് എഴുതുക, ഐ പ്രിഫർ ടീ ദാൻ കോഫി അല്ലെ. അവിടെ പ്രിഫർ എന്നുള്ള വാക്ക് വന്നത് കൊണ്ടാണ് ഇവിടെ ദാൻ എന്നതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പറഞ്ഞത്? ടു ഉപയോഗിക്കാൻ പറഞ്ഞത്. അടുത്ത നോക്കൂ, ഹി ഈസ് ജൂനിയർ ടു ഹെർ. നമുക്ക് സ്വാഭാവികമായിട്ടും ടെൻഡൻസി വരെ എന്താണ്? ജൂനിയർ ദാൻ ഹെർ എന്നാണ് വരിക. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട പ്രയോഗം ഏതാണ്? ടു ആണ്. അടുത്ത നോക്കൂ, ഷീല ഈസ് സീനിയർ ടു ലേഖ ഇൻ കോളേജ്. അവിടെയും ടു ആണ് വന്നത്. ഇനി രാജുസ് ഷർട്ട് ഈസ് ഇൻഫീരിയർ ടു രാമൂസ് ഷർട്ട്. ഇവിടെ ഇൻഫീരിയർ എന്നുള്ള വാക്ക് വന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ടു ഉപയോഗിച്ചത്. ഹി ഈസ് സുപ്പീരിയർ ടു മീ. അവൻ എന്റെ സുപ്പീരിയർ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ദാൻ എന്നുള്ളതിന് പകരം എന്ത് ഉപയോഗിച്ചു? ടു എന്നുള്ളത് ഉപയോഗിച്ചു. അപ്പോൾ ഒന്ന് രണ്ട് ടേംസ് നമ്മളോട് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രിഫർ, ജൂനിയർ സീനിയർ, ഇൻഫീരിയർ സുപ്പീരിയർ, ആന്റീരിയർ പോസ്റ്റീരിയർ. ഇങ്ങനത്തെ പ്രയോഗങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തിനെ ഉപയോഗിക്കാൻ പാടുള്ളൂ? ടുവേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി രണ്ട് വ്യക്തികളെയോ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെയോ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പോസിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ നോക്കൂ, രവി ഈസ് ടോളർ ദാൻ ഹരി. രവി ഈസ് ടോളർ ദാൻ ഹരി. ഹരി ഈസ് നോട്ട് ആസ് ടോൾ ആസ് രവി. നോക്കിയേ, ഇവിടെ നമ്മൾ രണ്ടുപേരെ കമ്പയർ ചെയ്യാനായിട്ട് പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആസ് എന്നുള്ളത്. നോക്കിയേ, ഹരി ഈസ് നോട്ട് ആസ് ടോൾ ആസ് രവി. ഇപ്പൊ രവിയുടെ അത്രയും ഹൈറ്റ് ആർക്കില്ല? ഹരിക്കില്ല. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവ് ടേം ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാം. ഇപ്പൊ ടോൾ എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ടോളർ. അത് ഉപയോഗിച്ച് എഴുതുമ്പോൾ രവി ഈസ് ടോളർ ദാൻ ഹരി എന്നാണ് വരുന്നത്. അതേസമയം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഡിഗ്രി മാത്രം ഉപയോഗിക്കുമ്പോൾ ഹരി ഈസ് നോട്ട് ആസ് ടോൾ ആസ് രവി എന്നാണ് നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ് എഴുതാൻ പറ്റണം, സൂപ്പർലേറ്റീവും എഴുതാൻ പറ്റണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ചിലപ്പോ ദാൻ ടു ഇവ രണ്ടിനും പകരമായിട്ട് ഓഫ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്. എങ്ങനെയാണ് നോക്കൂ, ഷീ ഈസ് ദ ബെറ്റർ ഓഫ് മൈ ടു സിസ്റ്റേഴ്സ്. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, അതില് ബെറ്റർ ആരാണ്? ഇവളാണ്. അപ്പൊ അവിടെ നമ്മൾ ഓഫ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഒന്നിൽ കൂടുതൽ ആൾക്കാർ അവിടെ നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ രണ്ട് സിസ്റ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇവളാണ് ബെറ്റർ. ഓക്കെ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നോക്കൂ, ഓഫിന് ശേഷം ടു എന്നൊരു വാക്ക് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു വാക്ക് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ഓഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയില് നമ്മൾ അഡ്ജക്റ്റീവിന് മുമ്പിൽ ദ ഉപയോഗിക്കില്ല. ഈ ഒരു കേസിൽ അഡ്ജക്റ്റീവിന് മുമ്പിൽ എന്ത് ഉപയോഗിക്കില്ല? ദ ഉപയോഗിക്കില്ല. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് അഡ്ജക്റ്റീവിന് മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? ദ ഉപയോഗിക്കുക. പക്ഷെ ഓഫ് ഉപയോഗിച്ച് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി പറയുമ്പോൾ എപ്പോഴും അഡ്ജക്റ്റീവിന് മുമ്പിൽ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവണം? ദ ഉപയോഗിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഓഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഓഫ് കഴിഞ്ഞ് ഉടനെ എന്തുണ്ടാവണം? ടു, രണ്ടുപേരിൽ ഒരാൾ. ഓക്കെ, അങ്ങനെ ഒരു അർത്ഥത്തിൽ ടു എന്നുള്ളത് ഉണ്ടാവണം. ഇനി അഡ്ജക്റ്റീവിന് മുമ്പിൽ സാധാരണയായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറില്ല? കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ദ ഉപയോഗിക്കാറില്ല. അത് എവിടെയാണ് കാണുക? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് കാണുക. ഓക്കെ, ഇത്ര വരെ പറഞ്ഞത് ക്ലിയർ ആണോ?
ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നു, നോക്കൂ. ദിസ് ഈസ് ദി ബെറ്റർ ഓഫ് ഹിസ് 2 നോവൽസ്. അയാൾ എഴുതിയ 2 നോവൽസിൽ ബെറ്റർ വൺ ഇതാണ്. ദിസ് ഈസ് ദ ബെറ്റർ ഓഫ്. കണ്ടോ, ഇവിടെ ഓഫ് നമ്മൾ ഉപയോഗിച്ചു. അതിനുശേഷം നോക്കൂ, 2 വന്നിട്ടുണ്ടല്ലോ. ബെറ്റർ ഓഫ് ഹിസ് 2 നോവൽസ്, 2 വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ശ്രുതി ഈസ് ദ, ഇവിടെ നമ്മൾ ദ വന്നു. മോർ ബ്യൂട്ടിഫുൾ ഓഫ് ഹിസ് 2 ഡോട്ടേഴ്സ്, ഓഫ് ഹിസ് 2 ഡോട്ടേഴ്സ്. ഇവിടെ മോർ ബ്യൂട്ടിഫുൾ എന്നുള്ളത് നമ്മൾ ഏത് ഡിഗ്രിയിലാണ് പറഞ്ഞേക്കണേ? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് പറഞ്ഞത്. അതുകൊണ്ട് അഡ്ജക്റ്റീവിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ചു? ദ ഉപയോഗിച്ചു. അതേസമയം ഇവിടെ നോക്കൂ, ദിസ് ഈസ് ദ ബെറ്റർ ഓഫ് ഹിസ് 2 നോവൽസ്. ഇവിടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചു? കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബെറ്റർ. അവിടെയും നമ്മൾ അതിന്റെ മുമ്പിലായിട്ട് അല്ലെങ്കിൽ ആഡ്ജക്റ്റീവിന് മുമ്പിലായിട്ട് എന്ത് ഉപയോഗിച്ചു? ദ എന്നുള്ള ടേം ഉപയോഗിച്ചു. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ദ എന്തിനാണ് അവിടെ ഉപയോഗിച്ചതെന്നാണ് നമ്മുടെ തൊട്ട് മുമ്പത്തെ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് തന്നത്. ഓക്കെ, ഈ 2 ഡിഗ്രീസ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും 2 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. എല്ലാവരും വായിച്ചെത്തിയോ? നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് കിടക്കാം അല്ലെ? വളരെ കുറച്ച് കാര്യം നമ്മൾ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞത് പോസിറ്റീവ് ഡിഗ്രീനെ കുറിച്ചാണ്, രണ്ടാമത് പറഞ്ഞത് കമ്പാരിറ്റീവ് ഡിഗ്രീനെ കുറിച്ചാണ്, മൂന്നാമത് നമ്മൾ പറയാനുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രീനെ കുറിച്ചാണ്. നമ്മൾ പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചത് എപ്പോഴായിരുന്നു? ഒരേ ഒരു വ്യക്തിനെ കുറിച്ച് മാത്രം, ഒരേ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ച സമയത്താണ് നമ്മൾ എന്തുപയോഗിച്ചത്? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചത്. 2 വസ്തുക്കളെ, 2 ആളുകളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചത്. ഇനി 2ൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ താരതമ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തിനു ഉപയോഗിക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം.
ഇപ്പൊ നോക്കൂ, ഒരു ക്ലാസ്സിൽ ഒരു 20-30 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. അതിൽ ഏറ്റവും ഹൈറ്റ് ഉള്ളത് ഹരിക്കാണ്. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സെന്റൻസ്. അത് എഴുതുന്ന വിധം നോക്കൂ. ഹരി ഈസ് ദ ടോളസ്റ്റ് സ്റ്റുഡന്റ് ഇൻ ദി ക്ലാസ്. ഹരി ഈസ് ദി ടോളസ്റ്റ്. അപ്പൊ ടോൾ, ടോളർ, ടോളസ്റ്റ്. ഓക്കെ. അപ്പൊ ടോൾ എന്നുള്ളത് നമ്മൾ ഏത് ഡിഗ്രിയിൽ ഉപയോഗിച്ചു? പോസിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിച്ചു. ടോളർ എന്നുള്ളത് നമ്മൾ എവിടെ ഉപയോഗിച്ചു? കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ ഉപയോഗിച്ചു. ക്ലാസ്സിലുള്ള എല്ലാവരെക്കാളും ടോളാണ് ഹരി, അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ഉപയോഗിച്ചു? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ടോളസ്റ്റ് എന്നുള്ളത് ഉപയോഗിച്ചു. അപ്പൊ ടോൾ, ടോളർ, ടോളസ്റ്റ്. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുൻപിലായിട്ട് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ചേർത്തിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ. ഇവിടെ നോക്കൂ, ഇവിടെയും നമ്മൾ ദ ഉപയോഗിച്ചു, കണ്ട. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിച്ചോണം? ദ ഉപയോഗിച്ചോളണം, ഇല്ലെങ്കിൽ അത് എന്താവും? ഒരു മിസ്റ്റേക്ക് ആവും. അടുത്ത് നോക്കൂ, രാജസ്ഥാൻ ഈസ് ദി ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. ഇവിടെ നമ്മൾ ദ ചേർത്തിട്ടുണ്ട്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഇതും വന്നിട്ടുണ്ട്. ഇനി ഇതേ സെന്റൻസിന് വേണമെങ്കിൽ നമുക്ക് ഓഫ് ഉപയോഗിച്ച് എഴുതാം. എങ്ങനെയാ നോക്കൂ, രാജസ്ഥാൻ ഈസ് ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിനേക്കാളും വലുതാണ് രാജസ്ഥാൻ. ഓക്കെ. അപ്പൊ അത് മറ്റൊരു രീതിയിൽ മാറ്റി എഴുതിയെന്ന് മാത്രം. അടുത്തൊന്ന് നോക്കൂ, വിവേക് ഈസ് ദി ക്ലെവറസ്റ്റ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. വിവേക് ആണ് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെക്കാളും ക്ലെവറർ അല്ലെങ്കിൽ ക്ലെവറസ്റ്റ്. ഓക്കെ. ഒന്നിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 2 പേരൊക്കെയാണ് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്ക് ക്ലെവറർ എന്ന് പറഞ്ഞാൽ മതി. ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ൽ കൂടുതൽ ആളുകളെ കമ്പയർ ചെയ്യേണ്ടി വരുമ്പോഴാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് കിടക്കുക. ഇനി എങ്ങനെയാണ് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി നമ്മൾ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? എങ്ങനെയാന്ന് നോക്കാം. അഡ്ജക്റ്റീവിനും ആഡ്വർബിനും മാത്രമേ എന്തുള്ളൂ? കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഉള്ളൂ. ഏതിനൊക്കെയാണ്? അഡ്ജക്റ്റീവിനും ആഡ്വർബിനും മാത്രം. ഇനി നൗണിനെയും വെർബിനെയും നമുക്ക് എന്താക്കാൻ പറ്റില്ല? കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ. ഇനി അത് തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ എക്സാമ്പിൾ എന്താണ് നോക്കി, ഒരൊറ്റ സിംഗിൾ സിലബിൾ മാത്രമുള്ള അഡ്ജക്റ്റീവ്സിനെയും 2 സിലബിൾസ് ഉള്ള ചില അഡ്ജക്റ്റീവ്സിനെയും പോസിറ്റീവ് ഡിഗ്രിയുടെ കൂടെ ER എന്ന് ചേർത്ത് നമുക്ക് എന്തിലേക്ക് മാറ്റാം? കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. ഇനി EST ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് മാറ്റാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നോക്കൂ, ബിഗ്. ബിഗ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ടേം ആണ്. അതിന് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ എന്താ അവസ്ഥ നോക്കൂ. അതിന്റെ കൂടെ നമ്മൾ എന്താ ചേർത്തത്? ബിഗ് എന്നുള്ളതിന്റെ കൂടെ ER എന്നത് ചേർത്ത് അത് എന്താക്കി മാറ്റി? ബിഗ്ഗർ എന്നാക്കി മാറ്റി. ഇതാണ് ഏതിൽ വന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വന്നത്. ഓക്കെ. ഇനി അത് മാറ്റി നമ്മൾ EST എന്നാക്കി കഴിയുമ്പോൾ അതെന്തായിട്ട് മാറും? ബിഗ്ഗസ്റ്റ് എന്നായിട്ട് മാറും. അങ്ങനെ അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറി. പറഞ്ഞത് ക്ലിയർ ആണോ? അടുത്ത് നോക്കൂ, ബോൾഡ്. ബോൾഡ് എന്നുള്ളതിനെ കമ്പാരിറ്റീവ് ആക്കാൻ എന്ത് ചെയ്യാ? ബോൾഡർ എന്ന് പറയും, അല്ലെ? ബോൾഡസ്റ്റ് ഏതിലേക്ക് വന്നു? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് വന്നു. അപ്പൊ ER ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ EST എന്നുള്ള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഉണ്ടാക്കിയെടുക്കാം. അടുത്ത് നോക്കൂ, ബ്രേവ്. ER ചേർത്തപ്പോ ബ്രേവർ, അതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് വരുമ്പോൾ എന്ത് വരും? ബ്രേവസ്റ്റ്. ഓക്കെ. അടുത്തത് ക്ലെവറർ, ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. കോസ്റ്റ്ലി, കോസ്റ്റ്ലിയർ, കോസ്റ്റ്ലിയസ്റ്റ്. ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. ഫൈൻ, ഫൈനർ, ഫൈനസ്റ്റ്. ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്. ഗ്രേറ്റ്, ഗ്രേറ്റർ, ഗ്രേറ്റസ്റ്റ്. ഹാപ്പി, അതിന്റെ കൂടെ ER ചേർക്കുമ്പോൾ ഹാപ്പിയർ, അതിനുശേഷം EST ആഡ് ചെയ്യുമ്പോൾ ഹാപ്പിയസ്റ്റ്. ഹോട്ട്, ER ആഡ് ചെയ്തപ്പോൾ ഹോട്ടർ, EST ആഡ് ചെയ്തപ്പോൾ ഹോട്ടസ്റ്റ്. ഇങ്ങനെയാണ് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു സിംഗിൾ സിലബിൾ മാത്രം ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുക. ഇപ്പോൾ കൈൻഡ്, കൈൻഡർ, കൈൻഡസ്റ്റ്. ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ്.
large, larger, largest, red, redder, reddest, sad, sadder, saddest, small, smaller, smallest. ഇങ്ങനെ കുറച്ചധികം എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഈ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞേക്കുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് കമ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് കൃത്യമായിട്ടത് വായിക്കണം, പഠിക്കണം. ഓക്കെ. ഇനി നമ്മളിപ്പോ പറഞ്ഞത് ഒരു സിംഗിൾ സിലബിൾ ഉള്ള കേസായിരുന്നു. ഇനി 2 സിലബിൾസ് ഉള്ള ഭൂരിഭാഗം അഡ്ജക്റ്റീവ്സിനെയും 2ൽ കൂടുതൽ സിലബിൾസ് ഉള്ള മുഴുവൻ അഡ്ജക്റ്റീവ്സിനെയും നമുക്ക് മോർ എന്നുള്ളത് ചേർത്ത് എന്തിലേക്ക് മാറ്റാം? കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാം. മോസ്റ്റ് എന്നുള്ളത് ചേർത്ത് നമുക്ക് എന്തിലേക്ക് മാറ്റാം? സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും മാറ്റാം. പറഞ്ഞത് ക്ലിയർ ആയല്ലോ? മോർ എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും മോസ്റ്റ് എന്നുള്ളത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും മാറ്റാനായിട്ട് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കൂ. ബ്യൂട്ടിഫുൾ, എന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എങ്ങനെയായിരിക്കും? മോർ ബ്യൂട്ടിഫുൾ. സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. കറേജിയസ്, മോർ കറേജിയസ്, മോസ്റ്റ് കറേജിയസ്. ഡിഫിക്കൽട്ട്, കമ്പാരിറ്റീവ് ഡിഗ്രി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മോർ എന്നുള്ളത് ആഡ് ചെയ്തു. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി കിട്ടാൻ മോസ്റ്റ് ഡിഫിക്കൽട്ട്. ഇഫക്റ്റീവ്, മോർ ഇഫക്റ്റീവ്, മോസ്റ്റ് ഇഫക്റ്റീവ്. എൻജോയബിൾ, മോർ എൻജോയബിൾ, മോസ്റ്റ് എൻജോയബിൾ. കണ്ടോ? ഇങ്ങനെയാണ് 2 സിലബിൾസ്. ഇപ്പൊ വണ്ടർഫുൾ, വണ്ടർ എന്നുള്ളത് സിലബിളാണ്, ഫുൾ എന്നുള്ളത് അടുത്തൊരു സിലബിളാണ്. അപ്പൊ അവിടെയും നമ്മൾ എന്തുപയോഗിച്ചു? മോർ എന്നുള്ളത് ചേർത്ത് കമ്പാരിറ്റീവ് ഡിഗ്രിയും മോസ്റ്റ് എന്നുള്ളത് ചേർത്ത് എന്തുവാക്കി? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കി മാറ്റി. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ 2 കമ്പാരിറ്റീവ് ഡിഗ്രി മെത്തേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ 2 രീതികൾ പറഞ്ഞു. സിംഗിൾ സിലബിൾ ഉപയോഗിക്കുന്നതും ഡബിൾ സിലബിൾസ് വരുന്ന കേസും. ഇനി ചില അഡ്ജക്റ്റീവ്സ് അവരുടെ കമ്പാരിറ്റീവ് ഡിഗ്രി അതുപോലെ തന്നെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇത് രണ്ടും ഫോം ചെയ്യുന്നത് അവരുടെ പോസിറ്റീവ് ഡിഗ്രിയിൽ നിന്നായിരിക്കില്ല. അത്തരം അഡ്ജക്റ്റീവ്സിനെ വിളിക്കുന്ന പേരാണ് ഇറഗുലർ കമ്പാരിറ്റീവ്സ്. എക്സാമ്പിൾ 1-2 പറയുന്നത് നമുക്ക് ക്ലിയർ ആവും. ഇപ്പൊ ഗുഡ് എന്നുള്ളത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ വെൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ബെറ്റർ ആണ്. ഇപ്പൊ രാമു ഇസ് എ ഗുഡ് സ്റ്റുഡന്റ്. അപ്പോ നമ്മൾ കമ്പയർ ചെയ്യാന്ന് വിചാരിക്കും. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് അതിന് മാറ്റം എങ്ങനെ വരും? രാമു ഇസ് എ ബെറ്റർ സ്റ്റുഡന്റ്, ഓക്കെ, ദാൻ ഒരാളുടെ പേര് കൂടി ഉണ്ടാവും. പിന്നെ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മാറ്റം എന്താക്കും നോക്കി? ദ ബെസ്റ്റ് എന്നാക്കി. അതിന്റെ ഫ്രണ്ടിൽ എന്താ ആഡ് ചെയ്തു? ദ ആഡ് ചെയ്തിട്ടുണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ ഫ്രണ്ടിൽ എപ്പോഴും എന്ത് വേണം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വേണം. അടുത്ത നോക്കൂ, ബാഡ്, ഈവിൾ, ഇൽ. ഇത് 3ഉം പോസിറ്റീവ് ഡിഗ്രീസ് ആണ്. അതിന്റെ കമ്പാരിറ്റീവ് വേർഷൻ എങ്ങനെയാണ്? വേഴ്സ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ദ വേഴ്സ്റ്റ്. ലിറ്റിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുമ്പോൾ ലെസ്, ലെസർ. സൂപ്പർലേറ്റീവ് ഡിഗ്രി വരുമ്പോൾ ദ ലീസ്റ്റ്. ഓക്കെ. ഫാർ, ഫാർദർ, ഫാർത്തസ്റ്റ്. ഓൾഡ്, ഓൾഡർ, ഓൾഡസ്റ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ചില കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസിലുള്ള വ്യത്യാസങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതുവരെയുള്ള ഫോർമേഷൻ ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ മാത്രം ഒന്ന് വായിച്ചു നിർത്തുക. അതിനുശേഷം നമുക്ക് ഇന്റർചേഞ്ചിങ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്ന് പഠിക്കാം. ഓക്കെ. എല്ലാവരും ഒരു മിനിറ്റ് സമയം എടുത്തൊന്ന് വായിക്കുക. എന്നിട്ട് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാമെന്ന് പഠിക്കാം.
എല്ലാവരും വായിച്ചെത്തിയില്ലേ? നമുക്കിനി എങ്ങനെയാണ് ഇന്റർചേഞ്ച് ചെയ്യാന്ന് നോക്കാലോ അല്ലെ? അടുത്തത് എങ്ങനെയാണ് ഒരു ഡിഗ്രിനെ മറ്റൊരു ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണേന്നാണ് നോക്കാൻ പോണേ. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ എലഫന്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. അത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് കിടക്കുന്നത്. സ്ട്രോങ്സ്റ്റ് കണ്ട, ഈ എസ് ടി ചേർത്താണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അത് മനസ്സിലാക്കണം, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെന്നുള്ളത്. ഇനി നമ്മൾ അതിനെ എന്തിലേക്ക് മാറ്റാൻ പോവാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ പോവാണ്. എങ്ങനെയാണ് അങ്ങനെ കൺവേർട്ട് ചെയ്യാം? നമ്മൾ സ്ട്രോങ്സ്റ്റ് എന്നുള്ളതിന്റെ 3 ഡിഗ്രീസും എവിടെ പഠിച്ചിട്ടുണ്ട്? ആ ടേബിളിൽ പഠിച്ചിട്ടുണ്ട്. നോക്കിയില്ലേന്ന്? ഇല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി വായിക്കും, അത്രേ ഉള്ളൂ. സ്ട്രോങ് ഇല്ല, പറഞ്ഞിട്ടില്ല അല്ലെ? ലാർജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ സ്ട്രോങ് എന്നുള്ളതിന്റെ 3 ഡിഗ്രീസ് ഏതൊക്കെയാണ്? സ്ട്രോങ്ങർ, സ്ട്രോങ്സ്റ്റ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതാൻ പോകുന്നത്. ഈ എസ് ടി വന്നതുകൊണ്ട് അത് ആദ്യത്തെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലായി. നമ്മൾ ഇനി അതിനെ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പൊ എലഫന്റ് ആണ് ലാൻഡിലുള്ളതിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ശക്തിയുള്ളത് അതിനാന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എലഫന്റിനെ മറ്റേതെങ്കിലും അനിമലുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടുള്ളൂ. കാരണം എല്ലാം കൂടി ഒരു ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? സൂപ്പർലേറ്റീവ് ഡിഗ്രി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കൂ, ദ എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ദ ലാൻഡ്. നോക്കൂ, എങ്ങനെ കൺവേർട്ട് ചെയ്തെന്ന് മനസ്സിലായോ? ദ എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡ്. എലഫന്റ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ ആനിമൽസിനേക്കാളും എന്താണ്? സ്ട്രോങ്ങർ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചേർത്തു? ദാൻ ചേർത്തു. ഓക്കെ, ഇനി ഇതിനെ തന്നെ മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ എഴുതാം. തന്നിരിക്കുന്നു നോക്കൂ, ദ എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ എനി അതർ ആനിമൽ ഓൺ ദ ലാൻഡ്. കമ്പാരിറ്റീവ് ഡിഗ്രി. മറ്റൊരു രീതിയിൽ ഇതിനെ പറയുമ്പോൾ നോ അതർ ആനിമൽ ഓൺ ദി ലാൻഡ് ഈസ് സോ സ്ട്രോങ് ആസ് എലഫന്റ്. ഇവിടെ നമ്മൾ സോ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു മെത്തേഡെങ്കിലും ഫിക്സ് ആക്കി വെക്കുക. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. മൂന്നാർ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഇൻ കേരള. കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ. കണ്ട, മോസ്റ്റ് നമ്മൾ എവിടെ ഉപയോഗിക്കുക? സൂപ്പർലേറ്റീവിലാണ് ഉപയോഗിക്കുക. അതിന് കമ്പാരിറ്റീവ് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? മൂന്നാർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ അതർ പ്ലേസസ് ഇൻ ഇന്ത്യ. ഇവിടെ എന്ത് ചേർത്തു? ദാൻ ചേർത്തു. ബ്യൂട്ടിഫുൾ എന്നുള്ളതിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ളതിനെ നമ്മൾ എന്താക്കി? മോർ ബ്യൂട്ടിഫുൾ ആക്കി. അല്ലെങ്കിൽ ഇതിന് തന്നെ മാറ്റി എഴുതാം ഇങ്ങനെ, മൂന്നാർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ പ്ലേസ് ഇൻ ഇന്ത്യ. മൂന്നാർ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ എനി അതർ. ഓൾ അതർ എന്നുള്ളതിന് പകരം നമുക്ക് എനി അതർ വേണമെങ്കിലും ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാലും ഓക്കെയാണ്. ഇനി ഇതിനെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? നോ അതർ പ്ലേസ് ഇൻ കേരള ഈസ് സോ ബ്യൂട്ടിഫുൾ ആസ് മൂന്നാർ. ഓക്കെ, അത് എഴുതുന്നത് ശ്രദ്ധിച്ച് എഴുതണം. ഈ പോസിറ്റീവ് ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സാധാരണ ഇതിൽ തെറ്റിക്കാറുള്ളത്. ഓക്കെ, ബാക്കി രണ്ടെണ്ണം നമ്മൾ ഏകദേശം വായിച്ചു നോക്കി അർത്ഥം മനസ്സിലാക്കി എഴുതും. പക്ഷെ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. അടുത്ത് നോക്കൂ, ഓൾ അതർ എന്നുള്ളതിനോട് ആനിമൽ എന്നും എനി അതർ എന്നുള്ളതിനോട് ആനിമൽ എന്നും ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. എങ്ങനെയാണ് ആ പ്രത്യേകത എന്ന് നോക്കിക്കോ. എനി അതർ ആനിമൽ ഓൺ ലാൻഡും പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഓൾ അതർ ആനിമൽസ് ഓൺ ലാൻഡും. എന്താ വ്യത്യാസമുള്ള? ഓൾ അതർ ആനിമൽസ് അതെന്താണ്? പ്ലൂറൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ താഴെ വന്നപ്പോഴോ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ എനി അതർ ആനിമൽ, ഏത് സിംഗിൾ ആനിമൽ എടുത്ത് നോക്കിയാലും ഓക്കെ
അവിടെ എസും ഇഎസും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണം. പറഞ്ഞത് ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ നിയമവശം മാത്രം ഒന്ന് വായിച്ചേ, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. വായിച്ചല്ലോ അല്ലെ? ഇനി നമുക്ക് അതിൽ പറയാൻ വൺ ഓഫ് ദ, അതിന്റെ ഉപയോഗം കൂടിയാണ് പറയാനുള്ളത്. അതോട് കഴിഞ്ഞ് നമ്മൾ എക്സസൈസുകളിലേക്കാണ് കിടക്കാൻ പോകുന്നത് കേട്ടോ. വൺ ഓഫ് ദ ഉപയോഗിച്ചിട്ടുള്ള സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കുള്ള വാക്യങ്ങൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും പോസിറ്റീവ് ഡിഗ്രിയിലേക്കും എങ്ങനെ മാറ്റണമെന്നാണ് നോക്കണേ. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ കൗ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഫുൾ ആനിമൽ ഇൻ ദ വേൾഡ്. മോസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്? സൂപ്പർലേറ്റീവ് ആണ്. അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ദ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? കമ്പാരിറ്റീവിലേക്ക് മാറ്റണം. കൗ ഈസ് മോസ്റ്റ് എന്നുള്ളതിനെ എന്താക്കി മാറ്റി? മോർ ആക്കി മാറ്റി. മോർ യൂസ്ഫുൾ ദാൻ. ഇവിടെ ദാൻ ഉപയോഗിക്കാൻ കാരണം എന്താ? നമ്മൾ കൗവിനെ മറ്റൊരു ആനിമലുമായിട്ട് കമ്പയർ ചെയ്യാണ്. ദാൻ മോസ്റ്റ് അതർ ആനിമൽസ് ഇൻ ദി വേൾഡ്. അവിടെ ദാൻ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കമ്പാരിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്തത്. ഇനി ഇതിനെ തന്നെ പോസിറ്റീവ് ആക്കുമ്പോൾ എങ്ങനെ വരും നോക്കൂ. പോസിറ്റീവ് ആക്കുന്നതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എഴുതുന്ന വിധം ഒന്ന് പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്തെടുക്കണം കേട്ടോ. വെരി ഫ്യൂ ആനിമൽസ് ഇൻ ദ വേൾഡ് ആർ ആസ് യൂസ്ഫുൾ ആസ് ദ കൗ. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചത്? ആസ്. ആസ് എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിച്ചത്. ഓക്കെ. ഇപ്പൊ യൂസ്ഫുൾ എന്നുള്ളതിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആസ് യൂസ്ഫുൾ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ പോലെ ഇത്ര ഉപയോഗമുള്ള വേറെ അനിമൽസ് ഒന്നും ഇല്ലാന്നായി. പറഞ്ഞത് ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തേല് സൂപ്പർലേറ്റീവില് നമ്മൾ ഉപയോഗിച്ചത്, നമുക്കിപ്പോ ഒരു സെന്റൻസ് സൂപ്പർലേറ്റീവിലെ തന്നേന്ന് വിചാരിക്കാം. അതിനെ കമ്പാരിറ്റീവ് ആക്കാനായിട്ട് ഒന്നാമത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ദാൻ ആണ്. ഇനി അതില് മോസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലുള്ള ടേമിനെ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് കൊണ്ടുവരുമ്പോൾ എന്താക്കി മാറ്റണം? കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് കൊണ്ടുവരണം. മോസ്റ്റ് എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് മോർ എന്നുള്ളത്. ഓക്കെ. അടുത്ത നോക്കൂ. വൺ ഓഫ് ദ, ആ ഒരു പ്രയോഗം വന്ന കേസിലാണ് ഈ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതും കൂടി മനസ്സിലൊന്ന് വെച്ചോളൂ. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. അപ്പൊ ഏകദേശം ധാരണയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്ത് വരുമ്പോൾ ഒന്നുകൂടി കിട്ടിക്കോളും. നോക്കൂ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ്. വൺ ഓഫ് ദ വന്നിട്ടുണ്ട്, ഓൾഡസ്റ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഏത് ഡിഗ്രിയാണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഇനി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റാൻ പോവാ? ഓൾഡസ്റ്റ് എന്നുള്ളതിനെ ഓൾഡർ ആക്കി മാറ്റാൻ പോവാ. പിന്നെ അത് കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദാൻ ഉപയോഗിക്കണം. അപ്പൊ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ എങ്ങനെ വരാൻ നോക്കൂ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി? ഓൾഡർ ദാൻ ആക്കി. ദാൻ മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ് എന്നാക്കി മാറ്റി. ഇനി ഇതിനെ തന്നെ നമ്മൾ സിമ്പിൾ ഏറ്റവും ബേസിക് ഫോമിലേക്ക് കൊണ്ടുവരാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് ഫോമിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എങ്ങനെ കൊണ്ടുവരാൻ പറ്റാന്ന് നോക്കി. എ വെരി ഫ്യൂ അല്ലെങ്കിൽ വെരി ഫ്യൂ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ് ആർ ആസ് ഓൾഡ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ.
എ വെരി ഫ്യൂ എന്നുള്ള രീതിക്ക് അതിനെ കൺവേർട്ട് ചെയ്തു. അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടി സിമ്പിൾ ആക്കാം. മോസ്റ്റ് അതർ സിവിലൈസേഷൻസ് ഇൻ ദി വേൾഡ് ആർ നോട്ട് സോ ഓൾഡ് ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പൊ അതിനെ പല രീതികളിലേക്ക് എഴുതി കൊണ്ടുവരാൻ പറ്റും. ഏതെങ്കിലും ഒരു മെത്തേഡ് ഫിക്സ് ചെയ്ത് പോവാം. ഇവിടെ വേറൊരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കി. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നമുക്കൊരു സെന്റൻസ് വന്നിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ വാസ് വൺ ഓഫ് ദ ബ്രേവസ്റ്റ് ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. അവിടെ ബ്രേവസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? സർദാർ വല്ലഭായ് പട്ടേൽ, ഇവിടുത്തെ സർദാർ വല്ലഭായ് പട്ടേൽ വാസ്, ഇത്രയും വരെ ഓക്കെ. വൺ ഓഫ് ദ ബ്രേവസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റി? ബ്രേവർ എന്നാക്കി മാറ്റി. അത് കമ്പാരിറ്റീവ് ആയതുകൊണ്ട് തന്നെ എന്ത് ചേർക്കണം? ദാൻ ചേർക്കണം. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ വാസ് ബ്രേവർ ദാൻ. നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആണ് അല്ലെ? ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. അപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കണം? അതർ ലീഡേഴ്സ് എന്നാക്കണം. അതർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ വാസ്, അത്രയും അങ്ങനെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. വൺ ഓഫ് ദ ബ്രേവസ്റ്റ് എന്നുള്ളതിനെ നമ്മൾ എന്താക്കി? ബ്രേവർ ദാൻ എന്നാക്കി. ഇനി അടുത്തത് എന്തൊക്കെയായിരുന്നു? ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആയിരുന്നു അല്ലെ? അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ ആഡ് ചെയ്തു? മോസ്റ്റ് അതർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആക്കി മാറ്റി. ഇതിൽ തന്നെ പോസിറ്റീവ് ആക്കുമ്പോൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് കൺവേർഷൻ നോക്കൂ. A very few leaders of Indian independence movement were as brave as Sardar Vallabhbhai Patel. ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ബ്രേവ് എന്നുള്ള ടേം ആണ് ഉപയോഗിച്ചത്. പിന്നെ ആസ് ബ്രേവ് ആസ് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പോസിറ്റീവിന് തന്നെ മറ്റൊരു രീതിയിലും കൂടി അതിനെ എഴുതാലോ. മോസ്റ്റ് അതർ ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് were not so brave as സർദാർ വല്ലഭായ് പട്ടേൽ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ആൻസർ കറക്റ്റ് തന്നെയാണ്. ഈ ഏറ്റവും ബേസിക് ഫോം ആയിട്ടുള്ള പോസിറ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പാരലൽ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു മെത്തേഡാണ് ദ പ്ലസ് കമ്പാരറ്റീവ്, ദ പ്ലസ് കമ്പാരറ്റീവ് ഫോം. ഓക്കെ, രണ്ട് കമ്പാരറ്റീവ് ഫോമുകൾ തമ്മിലാണ് നമ്മളവിടെ എഴുതാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. ദ ഹയർ യു ക്ലൈംബ് ദ എവറസ്റ്റ് ദ കോൾഡർ യു ഫീൽ. ഇവിടെ ഹയർ യു ക്ലൈംബ്, നമ്മൾ എവറസ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ദ ഹയർ യു ക്ലൈംബ്, എത്ര ഹൈറ്റിൽ നിങ്ങൾ പോകുന്നോ, ദ കോൾഡർ യു ഫീൽ, അത്രയും കോൾഡ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ രണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഇൻവോൾവ് ചെയ്യുന്ന കേസാണ് ഇവിടെ കണ്ടത്. ദ ഹയർ യു ക്ലൈംബ് ദ കോൾഡർ യു ഫീൽ. കണ്ട. ഇനി അടുത്ത് നോക്കൂ. ദ ഹാർഡർ യു സ്റ്റഡി ദ ഈസിയർ യു വിൽ. നീ എത്ര ഹാർഡായിട്ട് പഠിക്കുന്നോ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് വിജയിക്കാം. ഓക്കെ, ഇവിടെ കമ്പാരിറ്റീവിലുള്ള ഇ ആർ is not used when we compare two qualities in the same person or thing. Okay, ഇപ്പൊ നമ്മള് രണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഉപയോഗിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരേ പേഴ്സൺ അല്ലെങ്കിൽ ഒരേ തിങ്ങിനെയാണ് കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാം. എക്സാമ്പിൾ നോക്കാം, അപ്പൊ നമുക്ക് ക്ലിയർ ആവും. രതീഷ് ഈസ് മോർ ബ്രേവ് ദാൻ പ്രൂഡന്റ്. രതീഷ് ഈസ് മോർ ബ്രേവ് ദാൻ. അവിടെ മോർ ഉപയോഗിക്കാനുള്ള കാരണം എന്താ? മറ്റൊരാളെക്കാളും ബ്രേവ് ആണ് എന്നുള്ളത് കാണിക്കാനാണ് അവിടെ മോർ ഉപയോഗിച്ചത്. ഇനി രണ്ട് നൗൺസിനെ അല്ലെങ്കിൽ രണ്ട് പേരുകളെ ഒരേ രീതിയിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ റിപ്പിറ്റേഷൻ ഒഴിവാക്കാന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദാറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ദോസ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ എവിടെയാണ് ദാറ്റ് ഉപയോഗിക്കുക, എവിടെയാണ് ദോസ് ഉപയോഗിക്കുക? നമ്മൾ ഉപയോഗിക്കുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം,
പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദോസ് ഉപയോഗിക്കാം. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദാൻ, ദാറ്റ് എന്നുള്ളത് ഉപയോഗിക്കുക എവിടെയാണ്? വെർബ് നൗൺ പ്ലൂറൽ ആവുമ്പോ. പറഞ്ഞു തിരിഞ്ഞുപോയി, സോറി. നൗൺ സിംഗുലർ ആവുമ്പോൾ ദാറ്റ് ഉപയോഗിക്കും. നൗൺ പ്ലൂറൽ ആവുമ്പോൾ എന്ത് ഉപയോഗിക്കും? ദോസ് ഉപയോഗിക്കും. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. The people of Trivandrum are more courageous than those of വയനാട്. അവിടെ ദോസ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയായിരുന്നു, the people of Trivandrum are more courageous than the people of വയനാട്. അവിടെ the people എന്ന് റിപ്പീറ്റ് ചെയ്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ദോസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. സോ ആ സെന്റൻസ് എങ്ങനെ മാറി? The people of Trivandrum are more courageous than those of വയനാട് എന്നായി മാറി. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഓക്കെ, ഇനി ദ പീപ്പിൾ ഓഫ് വയനാട് എന്നുള്ളത് വീണ്ടും ഉപയോഗിക്കുന്നതിന് പകരമാണ് ദോസ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. പീപ്പിൾ എന്നുള്ളത് എന്താണ് ശരിക്കും? പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്തുപയോഗിച്ചത്? കൃത്യമായിട്ട് എന്തുപയോഗിച്ചത്? ദോസ് ഉപയോഗിച്ചത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർമർ, ലേറ്റർ, എൽഡർ, അപ്പർ, ഇന്നർ, ഔട്ടർ, അട്ടർ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും എന്ത് ഫീൽ ചെയ്യും? ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതൊന്നും കമ്പാരിറ്റീവ് ഡിഗ്രി അല്ല, പകരം എന്തുപയോഗിക്കും? പോസിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കും. ഓക്കെ, പോസിറ്റീവ് ഡിഗ്രി ആയിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ദാൻ ഉപയോഗിക്കില്ല. പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിൾസ് ഉൾപ്പെടുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് എക്സസൈസിൽ തന്നിരിക്കുന്നത്. ഈ 10 ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്ത് നോക്കി. ഒരു 5 മിനിറ്റ് സമയം മാക്സിമം എടുക്കുക, അതിനുള്ളിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ട് നോക്കുക, സ്വന്തമായിട്ടൊന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. അതിനുശേഷം നമുക്ക് ഉത്തരങ്ങൾ എങ്ങനെയാണ് വരണേന്നുള്ളത്, അല്ലെങ്കിൽ റൈറ്റ് ആൻസർ എന്താണെന്നുള്ളത് നോക്കാം. ഈ സമയം ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിന്റെ ഉത്തരങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ട. 10 ചോദ്യങ്ങളേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്ക് കിടക്കാം. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞോളെ.
ഓക്കെ, ഇത്ര സമയമൊക്കെ കിട്ടുള്ളൂ കേട്ടോ മാക്സിമം. 10 ചോദ്യങ്ങൾക്ക് ഇതിക്കുള്ള സമയം ഒന്നും ഉപയോഗിക്കരുത്. ഓക്കെ, ഒന്നാമത്തെ നോക്കൂ. ദ ഹയർ യു ക്ലൈംബ് എ ഹിമാലയൻ പീക്ക് ഡാഷ് യു ഫീൽ. ദ മോസ്റ്റ് കോൾഡ് യു ഫീൽ ആണോ, ദ കോൾഡർ യു ഫീൽ ആണോ, കോൾഡർ വെറും കോൾഡർ യു ഫീൽ ആണോ, മോർ കോൾഡ് യു ഫീൽ ആണോ? ഏത് ആൻസർ? ഈ ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഇത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ബി, ദ കോൾഡർ. യെസ്, റൈറ്റ് ആൻസർ. ഇതാണ് റൈറ്റ് ആൻസർ, ദ കോൾഡർ. അടുത്തത്, he is still ill but dash better than he was. Much better than he was ആണോ, more better than he was ആണോ, very better than he was ആണോ, too better than he was ആണോ? He is still ill but കഴിഞ്ഞ് ഉപയോഗിക്കുന്നത് ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, അതോ ഡി ആണോ? ആൻസർ എ. യെസ്, റൈറ്റ് ആൻസർ, ആൻസർ എ ആണ്. മച്ച് ബെറ്റർ ദാൻ. ഓക്കെ, അടുത്ത നോക്കാം. മൂന്നാമത്തെ ചോദ്യം. The more you get dash you spend. The more you get, the more you spend ആണോ, the more you get, more you spend ആണോ, most ആണോ, much ആണോ? എ ആണ് ആൻസർ. കറക്റ്റ് ആൻസർ എ തന്നെയാണ് കേട്ടോ. The more you get, the more you spend. നാലാമത്തെ ചോദ്യം. I prefer cold water dash tea. I prefer cold water rather tea ആണോ, I prefer cold water than tea ആണോ, I prefer cold water to tea ആണോ, അതോ better than ആണോ? ആൻസർ ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, പ്രിഫർ എന്നുള്ള ടേം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഉപയോഗിക്കുക ടു ആണ്. ഇനി കൽക്കട്ട യൂണിവേഴ്സിറ്റി ഈസ് ഓൾഡർ ദാൻ ഡാഷ് യൂണിവേഴ്സിറ്റീസ്. ഓൾ അതർ യൂണിവേഴ്സിറ്റി ആണോ, ഓൾ ദി അതർ യൂണിവേഴ്സിറ്റി ആണോ, ഓൾ യൂണിവേഴ്സിറ്റീസ് ആണോ, എവരി അതർ യൂണിവേഴ്സിറ്റി ആണോ? ആൻസർ ഒന്നുമില്ലല്ലോ. എ ആണോ, ബി ആണോ, സി ആണോ? അറിയാത്തോണ്ടാണോ? കൽക്കട്ട യൂണിവേഴ്സിറ്റി ഈസ് ഓൾഡർ ദാൻ ഓൾ അതർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ആൻസർ എ ആണ് കേട്ടോ. ഓൾ അതർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. സിക്സ്ത് വൺ. മോഹൻ ഈസ് 5 years senior ഡാഷ് ജലീൽ. സീനിയർ ദാൻ ആണോ, സീനിയർ 2 ആണോ, സീനിയർ ഫ്രം ആണോ, സീനിയർ 4 ആണോ? നമ്മൾ പ്രിഫർ, ജൂനിയർ, സീനിയർ
ഇതൊക്കെ പറഞ്ഞപ്പോ ക്ലിയർ ആയിട്ട് എന്ത് ഉപയോഗിക്കണം പഠിച്ചിട്ടുണ്ടായിരുന്നേ? യെസ്, ബി. ടു ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മളത് തെറ്റിക്കും. ഞാനത് എടുത്തപ്പോഴും പറഞ്ഞതാണ്, തെറ്റിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് തന്നെ ഒന്ന് വായിച്ചോളൂ കേട്ടോ. അടുത്തത്, യു ആർ പ്ലേസ്ഡ് അണ്ടർ സസ്പെൻഷൻ until dash orders. Until further orders ആണോ, ഓർഡേഴ്സ് ആണോ, ഫ്യൂച്ചർ ഓർഡേഴ്സ് ആണോ, ഫർദർ ആണോ, നെക്സ്റ്റ് ആണോ? യെസ്, ആൻസർ ഫർദർ ആണ്. ഫർദർ. നെക്സ്റ്റ്, മൈ ഓണ്ട് ഈസ് എൽഡർ ഡാഷ് മൈ അങ്കിൾ. ആൻസർ, മൈ ഓണ്ട് ഈസ് എൽഡർ ദാൻ മൈ അങ്കിൾ. അങ്ങനെ തന്നെയാണോ? നമ്മൾ എൽഡറിന്റെ കേസിൽ എന്തോ ഒരു ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എൽഡറിന്റെ കേസിൽ എൽഡറിന്റെ കൂടെ നമ്മൾ ദാൻ അല്ല ഉപയോഗിക്കുന്നത് കേട്ടോ. എൽഡറിന്റെ കൂടെ നമ്മൾ ടു ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ അവിടെ സീനിയർ ജൂനിയർ അങ്ങനെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടെ എൽഡർ എന്നുള്ളതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? ടു ഉപയോഗിക്കണം. ഒരു ഡിഫറൻസ് ഉണ്ട്, ഒന്ന് നോക്കി വെച്ചോളൂ. 9ാമത്തെ, കേരള ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഡാഷ് ഇൻ ഇന്ത്യ. ഏതാ റൈറ്റ് ആൻസർ? കേരള ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഓൾ അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ പറയില്ല. എനി അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, ഓൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. നമ്മൾ മോർ ബ്യൂട്ടിഫുൾ ഉപയോഗിക്കുന്നത് ഏത് ഡിഗ്രി ആണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ ഡിഗ്രി ആണോ, കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ, അതോ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണോ? മോർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ ഇപ്പൊ കേരളനെ മറ്റൊരു സ്റ്റേറ്റുമായി മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ആൻസർ ഏത് വരുള്ളൂ? എനി അതർ സ്റ്റേറ്റ്. റൈറ്റ് ആൻസർ ഡി ആണ്. ഇനി 10ാമത്തെ, റാണി ഈസ് ഡാഷ് ഓഫ് മൈ ടു ഡോട്ടേഴ്സ്. ആൻസർ ഏതാ വരാ? സി ആണോ? റാണി ഈസ് the elder of my two daughters ആണോ, the older of my two daughters ആണോ? ഏതായിരിക്കും വരാ? ബിയും സിയും ഒക്കെ മാറി മാറി ഉത്തരങ്ങൾ വരുന്നുണ്ടല്ലോ. വെറുതെ എൽഡർ നമ്മൾ പറയില്ല അല്ലെ, അതിന്റെ ഫ്രണ്ടിൽ എന്ത് ചേർക്കണം? ദാ ചേർക്കണം. അതുകൊണ്ട് തന്നെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഏതായിരിക്കും? സി ആയിരിക്കും. ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്?
ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നോക്കണോ? ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കൂടി നോക്കണോ? വേണം. അപ്പൊ ഒരു എക്സാമ്പിൾ ഇപ്പൊ തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ. അത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കണ്ടാൽ മതി. ചോദ്യം ഇതാണ്: കാണുന്നുണ്ടല്ലോ അല്ലെ? ദിസ് ഈസ് ദ ഡാഷ് ബിൽഡിംഗ് ഇൻ ദ സിറ്റി. 3 ഓപ്ഷൻസ് ഉണ്ട്, ഏതാന്ന് പറഞ്ഞു. ഉത്തരം പറഞ്ഞോളൂ. ഉത്തരല്ലേ? എ. യെസ്. നമ്മളിവിടെ ഏത് ഡിഗ്രി ഉപയോഗിച്ചേക്കണെന്ന് തിരിച്ചറിഞ്ഞു അല്ലെ? ദിസ് ഈസ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ സിറ്റി. സിറ്റിയിലെ എല്ലാ ബിൽഡിങ്സും ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഉപയോഗിച്ചു? ടോളസ്റ്റ്, സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉപയോഗിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം വരും. ചോദ്യം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഷീ ഈസ് ദ ഡാഷ് സിംഗർ ഇൻ ദ ഗ്രൂപ്പ്. ആൻസർ ഏതാണ്? മോർ ടാലന്റഡ് ആണോ, മോസ്റ്റ് ടാലന്റഡ് ആണോ? ആൻസർ ഏതാണ്? മോസ്റ്റ് ടാലന്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഏകദേശം ധാരണയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇനിയും എക്സാമ്പിൾസ് ആവശ്യമുണ്ടെങ്കിൽ ഞാനൊരു 3-4 എണ്ണം കൂടി ഒപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കൂ. ഒന്നാമത് നോക്കാം. ഹു ഈസ് ഡാഷ് പൊളിറ്റീഷ്യൻ? ചോദ്യത്തില് ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇൻഫ്ലുവൻഷ്യൽ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഫ്ലുവൻഷ്യലിന്റെ ഏത് ഡിഗ്രി അവിടെ കൊടുത്താലാണ് ചോദ്യം കറക്റ്റ് ആവാം? ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള പൊളിറ്റീഷ്യൻ ആരാന്നാണ് ചോദ്യം. ഉത്തരം എന്തായിരിക്കും വരാം? ഹു ഈസ്, ഓപ്ഷൻസ് തന്നിട്ടില്ല കേട്ടോ. ഹു ഈസ് മോർ ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റീഷ്യൻ ആണോ, ഹു ഈസ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റീഷ്യൻ എന്നാണോ? ഏതായിരിക്കും വരാം? ആൻസർ അറിയാമോ? ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ട്ടാ, ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഹരീഷ് ബോട്ട് ഡാഷ് കാർ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ
ഡാഷ് കാർ വാങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ എന്താ വരണ്ടേ? ഹരീഷ് ബോട്ട് കോസ്റ്റ്ലിനെ എങ്ങനെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുക എന്നൊന്ന് അറിഞ്ഞിരിക്കണം. കോസ്റ്റ്ലി, കോസ്റ്റ്ലിയർ, കോസ്റ്റ്ലിയസ്റ്റ് അതാണ് ഉദ്ദേശിച്ചേക്കണേ. ഞാൻ ഏതാ ഉത്തരം വരാന്ന് പറഞ്ഞു? ഹരീഷ് ബോട്ട് ദ കോസ്റ്റ്ലി കാർ ഇൻ ദി മാർക്കറ്റ് ആണോ? ഹരീഷ് ബോട്ട് ദ കോസ്റ്റ്ലിയസ്റ്റ് കാർ ഇൻ ദി മാർക്കറ്റ് ആണോ? ഹരീഷ് ബോട്ട് ദ കോസ്റ്റ്ലിയർ കാർ ഇൻ ദി മാർക്കറ്റ് ആണോ? ആൻസർ ഒന്നുമില്ലേ പറയാൻ? ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരാ? ദ കോസ്റ്റ്ലിയസ്റ്റ് എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ദ കോസ്റ്റ്ലിയസ്റ്റ്. ഇനി ബാക്കിയുള്ള എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിലെ ഉത്തരങ്ങൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഇന്ന് പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ് ക്യാൻസൽ ആയ ദിവസം കളക്റ്റീവ് നൗൺസിന്റെ ഒരു PDF ഇട്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? കളക്റ്റീവ് നൗൺസ് ഈ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമിന് പോലും സെയിൽസ് അസിസ്റ്റന്റിന്റെ എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കളക്റ്റീവ് നൗൺസ് കൃത്യമായിട്ട് വായിച്ച് പഠിക്കണം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയണേ. അത് വായിച്ച് പഠിച്ചോളൂ. അതിട്ടിട്ട് കുറച്ച് പേര് വായിച്ചിട്ടുണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എക്സാം വന്നപ്പോ ചോദ്യം കണ്ടപ്പോ ചിലരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് എങ്ങനെ വരണേന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ടാണ് പറയണേ കൃത്യമായിട്ട് കളക്റ്റീവ് നൗൺസ് ഒന്ന് വായിച്ചോളൂ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എടുത്തത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് പതിയെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.